നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു കഥ പറഞ്ഞ് ആരംഭിക്കാം. ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ഒരു ഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. ഇത് ശരിക്കും യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതാണ്. ആ വ്യക്തിയുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നതിനായി ഞാൻ ഗോപാൽ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ കഥ നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ജീവിതത്തിൽ എല്ലാം തികഞ്ഞ ഒരാൾക്ക് ഒരു ചെറിയ ശീലം എങ്ങനെ വിനയായി മാറി എന്ന് നമുക്ക് നോക്കാം. ഗോപാൽ ഡ്രൈ ഫ്രൂട്ട്സ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ ഉടമയാണ്. വിവാഹിതനാണ്. സ്നേഹനിധിയായ ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന സന്തുഷ്ടമായ ജീവിതം. 45 വയസ്സ് നിൽക്കുമ്പോൾ ഗോപാലിന്റെ ജീവിതം ആർക്കും അസൂയ തോന്നുന്ന ഒന്നായിരുന്നു. എന്നാൽ എല്ലാം തുടങ്ങിയത് വെറും വിനോദത്തിന് വേണ്ടിയുള്ള വീക്കെൻഡ് പാർട്ടികളിൽ നിന്നാണ്. സുഹൃത്തുക്കളോടൊപ്പം ഗോപാൽ ആഴ്ചയിലൊരിക്കൽ മദ്യം കഴിച്ചിരുന്നു. മദ്യം പതിയെ ഗോപാലിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ക്രമേണ മദ്യത്തോടുള്ള ശരീരത്തിന്റെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് എന്ന് പറയാം, അത് വർദ്ധിച്ചു വന്നു. അതോടെ എല്ലാ ദിവസവും കുടിക്കാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറി. അദ്ദേഹം ഒരു ഫുൾ ബ്ലോൺ ആൽക്കഹോളിക് ആയി മാറി എന്നുള്ളതാണ്. മദ്യപാനം കൂടിയതോടുകൂടി ശാന്തനായിരുന്ന ഗോപാൽ ദേഷ്യക്കാരനായി മാറി. ഗോപാലിന്റെ വ്യക്തിത്വത്തിലും മദ്യം കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. രാത്രി വൈകി വീട്ടിൽ വരിക, വന്ന ഉടനെ ഭാര്യയുമായി വഴക്കിടുക, കുട്ടികളുമായി വഴക്കിടുക ഇതെല്ലാം പതിവായി മാറി. സ്നേഹത്തോടെ തുടങ്ങുന്ന ഉപദേശങ്ങൾ പോലും വലിയ തർക്കങ്ങളിലും അധിക്ഷേപങ്ങളിലും അവസാനിച്ചു. ഇങ്ങനെയായിരുന്നു ഗോപാലിന്റെ കുടുംബജീവിതം. ഒരു ദിവസം വീട്ടിൽ നടന്നൊരു വലിയൊരു കലഹത്തിന് ശേഷം ഗോപാൽ ദേഷ്യത്തോടു കൂടി വീട് വിട്ടിറങ്ങി. അദ്ദേഹം അടുത്തുള്ള നഗരത്തിലെ ഒരു ഹോട്ടലിൽ പോയി ഒരു മുറി ബുക്ക് ചെയ്തു. മുറി എടുത്തു. പോകുന്ന വഴിയിൽ 3-4 ഫുൾ ബോട്ടിൽ വിദേശ മദ്യവും കയ്യിൽ കരുതി. ഈ മുറിയിലെത്തിയ ഗോപാൽ ഈ മദ്യം സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത് കഴിച്ചുകൊണ്ടിരുന്നു. 2 ദിവസത്തോളമായിട്ടും ഗോപാലിനെ കുറിച്ച് യാതൊരു വിവരവും കുടുംബങ്ങൾക്കും ഇല്ല. ഇതേ തുടർന്ന് വീട്ടുകാർ അന്വേഷണം തുടങ്ങി. മാത്രമല്ല, ഹോട്ടൽ അധികൃതരും ഗോപാലിനെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കാർ അവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ കണ്ടതോടുകൂടി ഗോപാൽ ഈ ഹോട്ടലിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. അവർ ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് പോലീസിന്റെ സഹായത്തോടു കൂടി റൂം തുറന്ന് നോക്കുമ്പോൾ കണ്ടത് ഗോപാൽ അബോധാവസ്ഥയിലായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം തുടർന്ന് ഗോപാലിന് ബോധം തിരിച്ചു കിട്ടിയെങ്കിലും ഒരു ഞെട്ടിക്കുന്ന സത്യം ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. ആ മദ്യപാന സംഭവത്തിന് മുൻപുള്ള കാര്യങ്ങളെല്ലാം ഗോപാലിന് ഓർമ്മയുണ്ട്. എന്നാൽ ഈ അമിതമായി മദ്യം സേവിച്ചു, അതേ തുടർന്നുണ്ടായ അബോധാവസ്ഥയിലെ അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യവും ഗോപാലിന്റെ തലച്ചോറിൽ നിൽക്കുന്നില്ല. 5 മിനിറ്റ് മുൻപ് പരിചയപ്പെട്ട ഒരാളെയോ കഴിച്ച ഭക്ഷണത്തെയോ ഗോപാൽ ഉടൻ തന്നെ മറന്നു പോകുന്നു. പുതിയ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഗോപാലിന്റെ തലച്ചോറിന്റെ കഴിവ് മദ്യം പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. എന്താണ് ഗോപാലിന് സംഭവിച്ചത്? ഇവിടെ ഗോപാലിന് സംഭവിച്ചിരിക്കുന്നത് അമിതമായി മദ്യം കഴിച്ചതിന്റെ ഫലമായി തലച്ചോറിലെ ഓർമ്മകളെ നിയന്ത്രിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഗോപാലിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ മെഡിക്കൽ സയൻസിൽ വെർണിക്കെ കൊർസാക്കോഫ് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. ഇതിൽ പുതിയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇത് ഒരുതരം ആന്റിറോഗ്രേഡ് അമ്നേഷ്യ എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് വെർണിക്കെ കൊർസാക്കോഫ് സിൻഡ്രോം? ഇത് പ്രധാനമായും അമിത മദ്യപാനം മൂലം തലച്ചോറിലുണ്ടാകുന്ന ഒരു ഗുരുതരമായ അവസ്ഥയാണ്. ഇത് യാഥാർത്ഥ്യത്തിൽ 2 ഘട്ടങ്ങളിലാണ് സംഭവിക്കുന്നത്. ആദ്യത്തേതിനെ വെർണിക്കെ എൻസെഫലോപ്പതി എന്ന് പറയും. അതായത് ആശയക്കുഴപ്പം, ശരീരത്തിന്റെ ബാലൻസ് തെറ്റുക, കാഴ്ച മങ്ങുക, കാഴ്ചയിൽ തകരാറുകൾ, ഇവയൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം. എന്നാൽ കോർസാക്കോഫ് സൈക്കോസിസ് എന്ന അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഇത് കാര്യമായി ലോങ് ടേം മെമ്മറി ബാധിക്കുന്നു. ഇതിന്റെ ഫലമായി പുതിയ കാര്യങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നും ലോങ് ടൈം മെമ്മറിയിലോട്ട് പോകാത്ത ഒരവസ്ഥയായിട്ട് വരും. പൂർണ്ണമായും നമ്മുടെ ഓർമ്മയെ ഇത് നശിപ്പിക്കപ്പെട്ടു. ഗോപാലിന്റെ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെർണിക്കെ കോർസാക്കോഫ് സൈക്കോസിസ് എന്നൊരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറിന് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയും. ഇത് വളരെ അത്യാവശ്യമാണ്. ഗ്ലൂക്കോസിനെ തലച്ചോറിന് ആവശ്യമായ ഊർജ്ജമാക്കി മാറ്റുന്നത് ഈ തയാമിനിലൂടെയാണ്. എന്നാൽ അമിതമായ മദ്യത്തിന്റെ സ്വാധീനം മൂലം ആഹാരത്തിൽ നിന്ന് തയാമിൻ വേർതിരിച്ചെടുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് നഷ്ടപ്പെടുന്നു. ഇത് കരളിനെ ബാധിക്കുന്നതോടുകൂടി നമ്മുടെ കരൾ തകരാറിലാകുന്നതോടുകൂടി ഉള്ളിലുള്ള വൈറ്റമിൻ ശരിയായി ഉപയോഗിക്കാനും കഴിയാതെ വരുന്നു. തയാമിൻ കുറയുമ്പോൾ തലച്ചോറിലെ തലാമസ്, അതുപോലെ മാമിലറി ബോഡികൾ എന്നീ ഭാഗങ്ങളിലെ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു.
ഈ ഭാഗങ്ങളാണ് നമ്മുടെ പുതിയ ഓർമ്മകൾ രൂപപ്പെടുത്താൻ നമ്മളെ തലച്ചോറിനെ സഹായിക്കുന്നത്, അതായത് ലോങ് ടൈം മെമ്മറിയെ സഹായിക്കുന്നത്. ഇവിടെ ഗോപാലിന്റെ തലച്ചോറിന് പഴയ ഓർമ്മകൾ അത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല. കാരണം അതിനുള്ള ഭാഗങ്ങൾ, തലച്ചോറിന്റെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ സ്ഥായിയായി സ്ഥിരമായി കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ഓർമ്മയിലോട്ട് ഉൾക്കൊള്ളുവാൻ ഗോപാലിന് കഴിയാതെ വന്നത്. എന്നാൽ പഴയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മ, ലോങ് ടൈം മെമ്മറിയിൽ ഉള്ള പഴയ മെമ്മറീസ് എല്ലാം തന്നെ അത് അതുപോലെയുണ്ട്. പുതിയ വിവരങ്ങൾ സ്വീകരിച്ച് അത് സ്ഥിരമായ ഓർമ്മയാക്കി മാറ്റുവാനുള്ള ഹിപ്പോകമ്പസ് എന്ന തലച്ചോറിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്ന ആ നെർവ് സർക്യൂട്ട് അത് മുറിഞ്ഞു പോയിരിക്കുകയാണ് ഈ വൈറ്റമിൻ B1 അല്ലെങ്കിൽ തയാമിന്റെ ഡെഫിഷ്യൻസി മൂലം. മനഃശാസ്ത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രോഗാവസ്ഥയിലുള്ളവർ നേരിടുന്ന പ്രധാന സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ആന്റിറോഗ്രോഡ് അംനേഷ്യ. ഇത് ബാധിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ഓർത്തെടുക്കുവാൻ ഇവർക്ക് കഴിയില്ല. ഉദാഹരണത്തിന്, ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞ് മുറിക്ക് പുറത്തു പോയി തിരിച്ചു വന്നാൽ ആളെ തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ ഇവർക്കുണ്ടാകുന്ന മറ്റൊരു സൈക്കോസിസ് ഫീച്ചറാണ് കോൺഫാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗോപാലിന്റെ ലോങ് ടൈം മെമ്മറി ശൂന്യമായി കിടക്കുകയാണ്. പുതിയ വിവരങ്ങളൊന്നും തന്നെ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആ തലച്ചോറിന്റെ ലോങ് ടൈം മെമ്മറിയുടെ ഭാഗത്തുണ്ടായ ആ ശൂന്യത നികത്തുന്നതിനായിട്ട് തലച്ചോറ് തന്നെ പുതിയ കാര്യങ്ങൾ ഓർമ്മയിൽ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തും. അതായത് നമ്മുടെ ഓർമ്മയിൽ ഇല്ലാത്ത കാര്യങ്ങൾ അത് ഉള്ളതായി തോന്നും. പക്ഷെ നമുക്ക് പലപ്പോഴും തോന്നും അവർ കള്ളം പറയുകയാണെന്ന് തോന്നും. ചില സമയത്തൊക്കെ ഇത് ഒരുതരം ഡെലൂഷൻ ആണോ എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ ഇത് അതല്ല, അങ്ങനെയുള്ളതല്ല. ഇത് നമ്മുടെ തലച്ചോറ് തന്നെ ആ ശൂന്യമായി കിടക്കുന്ന ലോങ് ടൈം മെമ്മറിയുടെ ആ ഭാഗത്തെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ തലച്ചോറിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെന്റൽ ഫ്രെയിംവർക്ക്സ് അല്ലെങ്കിൽ സ്കീമ അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ ഇതിനെയൊക്കെ കൂട്ടി കണക്ട് ചെയ്ത് പുതിയൊരു കഥ മെനഞ്ഞെടുക്കും. ഈ ഗോപാലിന്റെ കേസിൽ ഒരിക്കലും ഈ ഗോപാൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 1 വർഷത്തോളം ഗോപാൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു ദിവസം ഗോപാല് ഈ ഹോസ്പിറ്റലിൽ പൂട്ടിക്കിടക്കുന്ന ഗേറ്റിലിട്ട് തല്ലുകയും അത് തുറന്ന് പുറത്തു പോകാനൊക്കെ ശ്രമം നടത്തി. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാർ 2 ദിവസമായി സർവീസിന് കൊടുത്തിരിക്കുകയാണ്, അത് പോയി മേടിച്ചുകൊണ്ട് വരണം എന്നാണ് ഗോപാൽ പറഞ്ഞത്. എന്നാലോ ഗോപാൽ 1 വർഷമായി ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻ്റാണ്. ഇതൊരു കോൺഫാബുലേഷന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നമുക്കിനി ഗോപാലിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ചികിത്സയുണ്ടോ എന്ന് നോക്കാം. ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ പ്രയാസമാണ്. മദ്യപാനം ഉടൻ നിർത്തുകയും ഉയർന്ന അളവിൽ തയാമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ ഒരുപക്ഷെ രോഗലക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. കേവലം 20% രോഗികൾക്ക് മാത്രമേ ഇത് ഈ ട്രീറ്റ്മെന്റിൽ നിന്നും മുക്തരാവാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരും. മദ്യപാനം വെറുമൊരു ശീലമല്ല, അത് നിങ്ങളുടെ തലച്ചോറിലെ സെല്ലുകളെ കൊന്നൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഗോപാലിന് പഴയതെല്ലാം ഓർമ്മയുണ്ട്, ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചറിയാം. പക്ഷേ പുതിയ ഓരോ നിമിഷവും അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ. മദ്യപാനം എന്ന ശീലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാച്ചു കളയാൻ ശ്രമിക്കുക. ആരോഗ്യമാണ് ഏറ്റവും വലുത്, അല്ലേ? എങ്കിലും ഇത് നിർത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിർത്തുവാൻ ഉദ്ദേശമില്ല എങ്കിൽ, കുറഞ്ഞ പക്ഷം ആ കുടിക്കുന്ന സമയത്ത്, മദ്യപിക്കുന്ന സമയത്ത് കൂടെ കഴിക്കുന്ന ആഹാരങ്ങളെ കുറിച്ച് ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും. അല്ലെങ്കിൽ ടച്ചിങ് സൈഡ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം. എപ്പോഴും ബീഫ് ഫ്രൈയോ ചിക്കൻ 65 ഒക്കെ ഉൾപ്പെടുത്തുന്നതിന് പകരം കുറച്ച് പയറോ പരിപ്പോ നട്ട്സോ ഒക്കെ ഉൾപ്പെടുത്തുക. ഇതിലൊക്കെ കൂടുതൽ തയാമിൻ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ B1. ഇത് തലച്ചോറിന്റെ മെമ്മറി കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഗോപാലിന്റെ അവസ്ഥ നമുക്കും ഉണ്ടാകാം. നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചോറ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ബ്രൗൺ റൈസ് കഴിക്കുക. അതിലും ഉയർന്ന അളവിൽ തയാമിനുണ്ട്. സുഹൃത്തുക്കളെ, ഗോപാലിന്റെ ഈ കഥ നമുക്ക് നൽകുന്നത് വളരെ വലിയൊരു ഗുണപാഠമാണ്. വെറുമൊരു നേരമ്പോക്കിന് വേണ്ടി തുടങ്ങുന്ന ഈ ശീലം പതുക്കെ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒടുവിൽ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത, പുതിയ ഓർമ്മകൾ സൂക്ഷിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ ഒരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു.